ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. റിയൽമി 6 Pro എന്നൊരു ഫോണിന്റെ ഫുൾ റിവ്യൂ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ അൺബോക്സിംഗ് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതായത് 2-3 ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് നിന്നും ഇത് എങ്ങനെയുണ്ട്, നല്ല ഒരു ഫോൺ തന്നെയാണ്, അതിന്റെ ഗുണങ്ങളായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പോരായ്മകളായിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസൈനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ. നല്ല ഒരു സ്റ്റൈലിഷ് ആയ ലുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പോട് കൂടിയ 6.6 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. 90 Hz റീഫ്രഷ് റേറ്റ് അടക്കമാണ് വരുന്നത്. എന്തായാലും ആ ഒരു 90 Hz റീഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി സ്മൂത്ത് ആയ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പ്രത്യേകിച്ച് റിയൽമി UI ഇപ്പം നല്ല ഫ്ലൂയിഡായി നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് പ്ലസ് ഈ 90 Hz റീഫ്രഷ് റേറ്റ് അടക്കം ഒരു നല്ല സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇതിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ഭാഗത്തൊന്നും വ്യൂയിങ് ആംഗിൾസിനോ ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. കളറും കാര്യങ്ങളൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് സൈഡിലാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു പെർഫോമൻസ് ഇഷ്യൂ ഇല്ല. ഫേസ് അൺലോക്കും നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും പെർഫോമൻസിന് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. സോ ഇതിന്റെ ഡിസൈനും ഫിംഗർ പ്രിന്റും ഫേസ് അൺലോക്കും ഡിസ്പ്ലേയും എല്ലാം നല്ല കണ്ടീഷനാണ്. പറയത്തക്കതായിട്ട് യാതൊരു ഇഷ്യൂ തോന്നിയില്ല. പിന്നെ ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് താല്പര്യം പോലെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി തീരുമാനിക്കുക. ഇനി ഇതിന്റെ കോള് സൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയത്തക്ക യാതൊരു ന്യൂനതകളും ഇല്ല. സഫീഷ്യൻ്റ് ആയ ഒരു സൗണ്ട് ഇതിന്റെ സ്പീക്കർ എന്നൊക്കെ വരുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. കോളിന്റെ കണക്ടിവിറ്റിയിലും കാര്യങ്ങളിലും യാതൊരു പ്രോബ്ലവും ഇല്ല. കോളിംഗ് പർപ്പസിനൊക്കെ നല്ല കണ്ടീഷനാണ്. സൗണ്ട് ക്വാളിറ്റി നോക്കിയാൽ ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂഷ്വലായിട്ട് കാണുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. റിയൽമി ഡിവൈസുകൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഭയങ്കര ഇംപ്രസീവായ ഒരു പുതിയ ലെവൽ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഒരു നോർമൽ ഒരു മിഡ് റേഞ്ച് ഫോണിലൊക്കെ കാണുന്ന ഒരു നല്ല സൗണ്ട് ക്വാളിറ്റി. ഡോൾബി ഉള്ളതുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു എക്സ്പീരിയൻസ് ഒന്നും പറയത്തക്കതായിട്ട് തോന്നിയില്ല. ഒരു നല്ല ക്വാളിറ്റി സൗണ്ട് എന്തായാലും കിട്ടുന്നുണ്ട്. ഇതിന്റെ സ്പീക്കറിന്റെ വശത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല ലൗഡായ സ്പീക്കറാണ്. ഡിസ്ട്രോഷനും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ സൗണ്ട് വെച്ചാലും നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ സ്പീക്കർ ആയാലും ഹെഡ്ഫോണിലുള്ള സൗണ്ട് ആയാലും ഓവറോൾ എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റിയാണ്. കോളിനും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ സെൻസറുകൾ ഓട്ടോ ബ്രൈറ്റ്നസ് ആയാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. പ്രോക്സിമിറ്റി സെൻസറിനും പറയത്തക്ക ഇഷ്യൂ ഒന്നുമില്ല. കോൾ ചെവിയിലേക്ക് വെക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ഒക്കെ ടേൺ ഓഫ് ആവുന്നു. പറയത്തക്ക ഇഷ്യൂസ് ഒന്നും സെൻസറുകളുടെ ഭാഗത്തും നമുക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ പെർഫോമൻസ് ഇഷ്യൂയും ഈ ഒരു ഫോണിലില്ല. നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഡിസ്പ്ലേ 90 Hz റീഫ്രഷ് റേറ്റ്, റിയൽമി UI, ആൻഡ്രോയിഡ് 10, ഒപ്പം സ്നാപ്ഡ്രാഗൺ 720G, 6GB റാം, 64GB സ്റ്റോറേജ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ചേരുമ്പോൾ വളരെ സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. തീർച്ചയായിട്ടും സാധാരണ മുൻപ് റിയൽമി ഫോണുകളിൽ കണ്ടുള്ളതിനേക്കാൾ കുറച്ചുകൂടി നല്ല സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയത്. എന്തായാലും നല്ല സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഇതിന് ഓവർ ഹീറ്റിംഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹീറ്റിംഗ് ഇല്ലെന്ന് പറയുമ്പോൾ ഗെയിമൊക്കെ ഒരു 1-2 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് PUBG ഒക്കെ നമ്മൾ കളിച്ചാലും ഓവർ ഹീറ്റിംഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ സ്മൂത്തായ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒപ്പം ഹീറ്റിംഗ് ഇല്ലാത്ത ഒരു പെർഫോമൻസ്. ഹീറ്റിംഗ് ടെസ്റ്റ് നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉച്ച നേരത്തേക്കാണ് നടത്തിയത്. ഒരു 38-39 ഡിവൈസ് നോർമലായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഹീറ്റ് ഉച്ച നേരത്ത് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ ഗെയിമിംഗ് ടെസ്റ്റ് നടത്തി കഴിയുമ്പോഴും ഒരു 41 വരെയൊക്കെയാണ് മാക്സിമം എത്തുന്നത്. അത് വിട്ടു പോകുന്നില്ല. എന്ന് വെച്ചാൽ 44-45 വരുമ്പോഴാണ് ഓവർ ഹീറ്റിംഗ് പറയുക. 40-41 ഒരു ഓവർ ഹീറ്റിംഗ് ഇല്ല. അപ്പോൾ ഒരു ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്ത ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസ് കൂടിയാണ് റിയൽമി 6 Pro എന്ന് പറയുന്നത്. ഗെയിമിംഗ് റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റേണൽ സൗണ്ട് റെക്കോർഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മൈക്കിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് മൈക്ക് ഓൺ ചെയ്യണം. അത് ഓൺ ചെയ്യുമ്പോൾ ഇന്റേണൽ സൗണ്ട് റെക്കോർഡിംഗ് ഓഫ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്റേണൽ സൗണ്ട് റെക്കോർഡിംഗ് ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. എന്തായാലും ഇന്റേണൽ സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഫീച്ചറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇന്റേണൽ സൗണ്ട് റെക്കോർഡിംഗിന്റെ ഒരു ചെറിയ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇന്റേണൽ സൗണ്ട് റെക്കോർഡിംഗിന്റെ ഒരു ക്വാളിറ്റി. ഒന്ന് കണ്ട് മനസ്സിലാക്കിയോളൂ. Nice, Michaela, nice. No. Nice, expired. وين بتضربني من ورا، مش جدع يا اسطى. سوري بقى. Dead. Nice shot. Nice يا مروان. No mercy. Nice shot. Cover me. Reloading. ഇനി ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ക്യാമറ സെറ്റപ്പാണ്.
ക്വാഡ് ക്യാമറ, റിയർ സൈഡിൽ ഫ്രണ്ടിൽ ഡുവൽ ക്യാമറ. ഒന്നും വെറുതെ അങ്ങനെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഡെപ്ത് സെൻസറുകൾ ആഡ് ചെയ്ത് കുറേ ഡുവൽ ക്യാമറ അല്ലെങ്കിൽ ക്വാഡ് ക്യാമറ എന്ന് പറയുന്ന ഒരു തരികട പരിപാടിയല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാ ലെൻസുകളും തന്നെ യൂസ്ഫുൾ ആയ രീതിയിലാണ്. ഫ്രണ്ടിൽ ഡുവൽ സെൽഫി ക്യാമറ. മെയിൻ ക്യാമറ 16 മെഗാ പിക്സൽ സോണി സെൻസർ തന്നെയാണ്. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറാണ് വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഡെപ്ത് സെൻസർ അല്ല. അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഡുവൽ സെൽഫി ക്യാമറ യൂസ്ഫുൾ ആണ്. അതിനകത്ത് നമുക്ക് ബോക്കെ വീഡിയോ റെക്കോർഡിംഗ്, വീഡിയോയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന ആ DSLRന്റെ ലെവലിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വൈഡ് ആംഗിൾ ക്യാമറയിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല എങ്കിലും വൈഡ് ആംഗിൾ ക്യാമറയും നല്ല ക്വാളിറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. റിയർ ക്യാമറയുടെ കാര്യത്തേക്ക് വന്നാൽ മെയിൻ ക്യാമറ 64 മെഗാ പിക്സൽ സാംസങ്ങിന്റെ GW1 സെൻസറാണ്. അതിലും ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന സംഭവങ്ങളും സ്ലോ മോഷനും സൂപ്പർ സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ക്യാമറ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും എല്ലാ സാമ്പിളും നിരത്തുന്നില്ല. നിങ്ങൾക്ക് ക്യാമറ റിവ്യൂവിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കാം. എന്തായാലും ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ആ ടെലിഫോട്ടോ ലെൻസിൽ 2x ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 5x ഹൈബ്രിഡ് സൂം, 10x വരെ വീഡിയോയിൽ ഡിജിറ്റൽ സൂമും, ഫോട്ടോയിലാണെങ്കിൽ 20x വരെ ഡിജിറ്റൽ സൂമും നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പം നല്ല സൂമിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഒരു മാക്രോ ലെൻസും എക്സ്ട്രാ വരുന്നുണ്ട്. സോ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. റിയർ സൈഡിൽ എല്ലാ ലെൻസുകളും തന്നെ വളരെ യൂസ്ഫുൾ ആയ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾ ക്യാമറ റിവ്യൂവിൽ കണ്ട് മനസ്സിലാക്കുക. നല്ല ഇംപ്രസീവായ ക്വാളിറ്റി ആയിട്ടാണ് ഓവറോൾ എനിക്ക് തോന്നിയത്. ഡേ ലൈറ്റ് ആയാലും ലോ ലൈറ്റ് ആയാലും ഒക്കെ നല്ല പെർഫോമൻസ് ആണ് ഇതിന്റെ ക്യാമറ നമുക്ക് തരുന്നത്. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4300 mAh ബാറ്ററിയാണ്. 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടൊക്കെ ഫുൾ ആയിട്ട് ചാർജ് ചെയ്തെടുക്കാം. അത് തന്നെ നമുക്ക് നല്ല ഒരു ഇംപ്രസീവായ ബാറ്ററി ലൈഫ്, ഒരു ദിവസത്തിൽ കൂടുതൽ എങ്ങനെ പോയാലും കിട്ടുന്ന നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഫോണിലുണ്ട്. സോ ബാറ്ററിയുടെ ഭാഗത്തും പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. ചാർജിങ് ഇടുമ്പോഴും ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ഓവറോൾ പെർഫോമൻസ് ബാറ്ററിയുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ ബാറ്ററി ലൈഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ 90 Hz എന്നുള്ളത് ഓഫ് ചെയ്തിട്ട് 60 Hz എന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ബാറ്ററി ലൈഫ് കിട്ടും. പക്ഷേ ഞാൻ 90 Hz ഇട്ടുകൊണ്ട് തന്നെയാണ് യൂസ് ചെയ്തത്. പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ബാറ്ററിയുടെ ഭാഗത്ത് നമുക്ക് തോന്നിയില്ല. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ 60 Hz കുറച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ബാറ്ററി ലൈഫ് കിട്ടും. ഇനി 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കാറുള്ളത്. ഒന്ന്, OTG കേബിൾ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. സാർ വാല്യൂ നോക്കിയാൽ 1.187 ആണ്. അതേപോലെ ബോഡി സാർ വാല്യൂ നോക്കിയാൽ 0.921 ആണ്. ക്യാമറ ടു API ലെവൽ 3 ആണ്. വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആമസോൺ, നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നമുക്ക് ഫുൾ HD വീഡിയോസ് സ്ട്രീം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ ഒന്നുമില്ല, സിംഗിൾ സ്പീക്കറാണ്. വൈഫൈ കോളിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. വൈഫൈ കോളിംഗ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈഫൈ കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സിം ഉണ്ടാവണം. ഞാൻ ജിയോ സിം യൂസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് വൈഫൈ കോളിംഗ് കാണുന്നത്. BSNLന്റെ സിം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വൈഫൈ കോളിംഗ് കിട്ടില്ല. സോ സിം വൈഫൈ കോളിംഗ് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വൈഫൈ കോളിംഗിന്റെ ഓപ്ഷൻ കാണുള്ളൂ. എന്തായാലും ഇതിനകത്ത് വൈഫൈ കോളിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR സെൻസറും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അതൊക്കെ നമ്മുടെ റെഡ്മി ഫോണുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ആ IR സെൻസർ, റിമോട്ടായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു സംവിധാനം ഇതിനകത്ത് വരുന്നില്ല. പരസ്യങ്ങൾ ഇതിനകത്ത് ഇപ്പോഴേക്ക് പരസ്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അവർ പരസ്യങ്ങളൊക്കെ ഇടുമെന്ന് ഓൾറെഡി മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഫോണിലും പരസ്യങ്ങളൊന്നും ഞാനിപ്പോൾ കണ്ടിട്ടില്ല. കാണുകയാണെങ്കിൽ ഞാനത് വരും ദിവസങ്ങളിൽ വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോഴേക്ക് പരസ്യങ്ങളൊന്നും ഈ Realme 6 Proയ്ക്കകത്ത് വരുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ഫോണിനകത്ത് ഇന്ത്യയുടെ GPS ആൾട്ടർനേറ്റീവായ നാവിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ഗ്ലോബൽ പൊസിഷനിങ് നമുക്ക് പോസിബിൾ ആവുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ക്വാളിറ്റി എന്തായാലും വരും ദിവസങ്ങളിൽ ജനറലായിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റിലൂടെ അത് വന്ന ഉടനെ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കുറച്ച് അഗ്രസീവായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം വേറൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ട് പറയാം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും നാവിക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് Realme 6 Pro. ഇനി ഈ ഒരു ഫോണിന്റെ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞതെല്ലാം പോസിറ്റീവ് സൈഡിൽ വന്നു. എല്ലാവിധ ഫീച്ചേഴ്സും ഈ ഫോണുണ്ട്. ഈ IR സെൻസർ പോലെ ചില സംഭവങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും, ടെലിഫോട്ടോ ലെൻസും 20x ഡിജിറ്റൽ സൂം അടക്കം, അല്ലെങ്കിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. ഓവറോൾ എല്ലാം കൊണ്ടും ഒരു അടിപൊളി സെറ്റപ്പാണ് ഈ ഒരു ഫോൺ. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വെച്ചതുകൊണ്ടായിരിക്കണം ഈ ഒരു ഫോണിന് 18,000 രൂപ എന്ന പ്രൈസ് വന്നു. അതല്ലായിരുന്നെങ്കിൽ കുറച്ച് ഒരു 1000-1500 കുറവായിരുന്നെങ്കിൽ കറക്റ്റ് പ്രൈസിങ് ആയിരുന്നു. ഇപ്പം ഇച്ചിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കറക്റ്റ് പ്രൈസിങ് ആയിട്ട് തോന്നുന്നുണ്ടോ, അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് കമൻറ്റ് വഴി ഷെയർ ചെയ്യേണ്ടത്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഒരു ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഫ്രണ്ടിൽ ഡുവൽ ക്യാമറ, അത് വൈഡ് ആംഗിൾ അടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ക്യാമറയുടെ പോർഷൻ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രൈസ് വർത്താണ് എന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാത്ത പക്ഷം
അത്ര ഇത്തിരി കൂടിപ്പോയി എന്നുള്ളത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് 14,000 രൂപ എന്ന് പറയുന്നത് ഓൾറെഡി 17,000 ആയിരുന്നു. ഇപ്പോൾ അത് ഇത്തിരി കൂടി, GST തുടർന്നൊരു 1,000 രൂപ കൂടി ഇപ്പോൾ 18,000 ആയിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് 17,000 അല്ല 18,000 ആണെന്ന് ഓർത്തുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ. ആ പ്രൈസിന് ഇത് ഓക്കെ ആണോ എന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ ഈ ഒരു ഫോൺ ഈ പറയുന്ന ക്യാമറയുടെ ഭാഗത്താണ് ഈ ഒരു പ്രൈസ് വർത്തായിട്ട് എനിക്ക് തോന്നിയത്. അതല്ലെങ്കിൽ നമുക്ക് ഈ ക്യാമറ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, ഈ സൂമിംഗ് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ റിയൽമി 6 ആയാലും ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ മീഡിയ കൺസംഷൻ ആണെങ്കിൽ റിയൽമി X2 എടുത്താലും മിസ്റ്റേക്ക് ഒന്നും പറ്റാനില്ല. AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് റിയൽമി X2 കിട്ടും. പക്ഷെ ക്യാമറ അഗ്രസീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും റിയൽമി 6 ഈ പറയുന്ന റിയൽമി X2 ഒക്കെ നല്ലൊരു ഓപ്ഷൻ, തീർച്ചയായിട്ടും കൂടുതൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നല്ല ഓപ്ഷൻ നമുക്ക് റിയൽമി 6 Pro ആയിരിക്കും. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് പറയത്തക്കതായിട്ടുള്ള ന്യൂനതകളൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സെക്ഷൻ ഞാനിവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. വേണമെങ്കിൽ പറയാവുന്ന 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, വൈഡ് ആംഗിളിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ഷർട്ടൊക്കെ ബ്ലോൺ ഔട്ടായി പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് വൈഡ് ആംഗിളിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. നോർമൽ ആംഗിളിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. ഈ വൈഡ് ആംഗിളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈഡ് ആംഗിളിൻ്റെ ഫീച്ചർ വീഡിയോയിൽ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഷർട്ടൊക്കെ ബ്ലോൺ ഔട്ടായി പോകുന്നതുകൊണ്ട് അത് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതിലൊരു ചെറിയ നെഗറ്റീവായിട്ട് മറ്റൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട് റെക്കോർഡിങ് സാധാരണ മറ്റ് ഫോണുകളിൽ കാണുന്ന അത്ര ഒരു ലൗഡ്നെസ് ഇല്ല എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യം എനിക്ക് തോന്നിയത്. ഇത്തിരി അകത്തി പിടിച്ചൊക്കെയാണ് ഞാൻ പലപ്പോഴും ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ആ ഒരു ലെവലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ യൂഷ്വലി കാണുന്ന ഒരു ലൗഡ്നെസ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതൊരു ചെറിയ പോയിന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ സൺലൈറ്റ് വിസിബിലിറ്റി, ഒരു നല്ല സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും മറ്റ് ചില ഡിവൈസുകളുമായിട്ടൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് അപ് ടു ദ മാർക്ക് എന്ന് പറയാവുന്ന ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു സൺലൈറ്റ് വിസിബിലിറ്റി തോന്നിയില്ല. ഒരു ലേശം കുറവായിട്ട് തോന്നി. എങ്കിലും ഓവറായിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വിചാരിക്കരുത്. സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഉണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല. എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആവാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ റിയൽമി X2 റിയൽമി 6 മുൻഗണന കൊടുക്കേണ്ടത് ഒരൊറ്റ കാര്യത്തിലാണെന്നാണ് എനിക്ക് തോന്നിയത്, ക്യാമറ. പ്രത്യേകിച്ചും ഈ ടെലിഫോട്ടോ ലെൻസിൻ്റെ ഒക്കെ ഫീച്ചർ ഉള്ളത് കൊണ്ട് ക്യാമറയ്ക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ഫോൺ എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലുമൊക്കെ എടുത്താലും തെറ്റൊന്നും പറ്റില്ല. എന്തായാലും ഈ ഒരു ഫോൺ പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോഴേക്ക് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുകയാണെങ്കിൽ വേറൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോഴേക്ക് ഈ ഫോൺ നല്ല കണ്ടീഷനിലാണ് നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് റിയൽമി 6 Pro എന്ന ഫോണിൻ്റെ ഒരു ഫുൾ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.